രാഹുൽ, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇത് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് BHPയുടെ വാദം. ദേവസ്വം ബോർഡിന്റെ പിന്തുണ ഈ കേസിന് പിന്നിലുണ്ട് എന്നുമാണ്. ഈ കേസിലെ ഹർജിക്കാരനെ പറ്റി പഠിക്കുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ്. രാഹുൽ ശരി, ശ്രീ മഞ്ജുഷ്, ആർക്ക് വേണമെങ്കിലും ശ്രീ RV ബാബു രാവിലെ സൂചിപ്പിച്ചതുപോലെ ഏത് കുറ്റിച്ചൂലിനെയും ആരാധിക്കാനുള്ള റൈറ്റ് ആർക്കും ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും അമ്പലം തുടങ്ങുന്നതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ആ വാക്ക് എൻ്റെ അല്ല. നമ്മുടെ നാട്ടിൽ ഖുഷ്ബുവിന് വേണ്ടി പോലും അമ്പലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും അമ്പലം തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു ഹിന്ദുവായി മാത്രം നിന്നുകൊണ്ട് പറയുകയാണ്, ഒരു ഹിന്ദുവായി നിന്നുകൊണ്ട്, വിശ്വാസിയായി നിന്നുകൊണ്ട്, അയ്യപ്പ വിശ്വാസിയായി നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യപ്പന്റെ സുഹൃത്ത് മുസ്ലിമായ വാവരാണ്, അയ്യപ്പന്റെ സുഹൃത്ത് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനാണ്. അത് അയ്യപ്പൻ പാട്ടുകളിലൂടെ, പല പുസ്തകങ്ങളിലൂടെ, ചരിത്ര വസ്തുതകളിലൂടെ വെളിപ്പെട്ടതാണ്. ഉദാഹരണം ഈ പുസ്തകം ശബരിമല ശ്രീ അയ്യപ്പൻ ചരിത്രം, PR രാമവർമ്മ രാജ. എല്ലാ സംഘടനകളും എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇതിൽ പല പേജുകളിലായി സൂചിപ്പിക്കുന്നു. ഉദാഹരണം ഒരു പേജ് വായിക്കാം, 146. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, വാവരെ പോലെ തന്നെ അയ്യപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു അന്യമതസ്ഥനാണ് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് വാവരെ കുറിച്ച് അടുത്ത പാരഗ്രാഫ് പറയുന്നു, പഴയ ചെമ്പോലകളും ചെമ്പു പട്ടയങ്ങളും ചരിത്ര രേഖകളാണെന്നതിൽ സംശയമില്ല. വാവർ ഒരു മുഹമ്മദീനെയാണെന്നും, അതായത് മുസ്ലിം ആണെന്നും, അയ്യപ്പന്റെ സഹചാരിയായിരുന്നു എന്നും തെളിയിക്കാൻ വിദ്വാൻ കുറൂർ നാരായണപിള്ള പ്രസിദ്ധപ്പെടുത്തിയ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ പന്തളത്തു തമ്പുരാൻ നൽകിയിട്ടുള്ള ചെമ്പ് പട്ടയത്തിന്റെ പകർപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്ന്. അടുത്ത ഒരു വരിയും കൂടെ വായിക്കാം. എന്നിട്ട് അദ്ദേഹം അടുത്ത വരി, അന്നത്തെ കാലത്ത് പോലും ഈ തീവ്ര ഹിന്ദുത്വ ലൈനുള്ളവർ വാവരെയും വെളുത്തേയും തള്ളി പറയുന്നുണ്ട്. അതായത് 1940 ഇറങ്ങിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, മറ്റു മതസ്ഥരായ വാവരും വെളുത്തച്ഛനും ഒക്കെ അയ്യപ്പനെ ദിവ്യനായി കണക്കാക്കിയിരുന്നതും അയ്യപ്പനോട് ഒന്നിച്ചു നിന്നതും അവർക്ക് ഹിന്ദുമത തത്വങ്ങളെ അയ്യപ്പന് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിൽ ഹിന്ദുക്കളായ നാം എല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തനായിട്ടുള്ള ആൾക്കാർ വാവര് പള്ളിയിലും ആർത്തുങ്കൽ പള്ളിയിലും നേർച്ച നേരുകയും വാവരെയും മറ്റും തുടർന്നുള്ള ആരാധനകൾ തുടർന്നു പോവുകയും, അങ്ങനെയാണ് നമ്മൾ മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത്. ഇത് പതിറ്റാണ്ടുകൾ മുമ്പുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള രേഖകളാണ്. ഡോക്ടർ SK നായർ, അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവനായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലും വാവരെക്കുറിച്ചും വെളുത്തെക്കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ 1000 വർഷങ്ങളായി അയ്യപ്പനും വാവരും നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. ആ വാവരെ മനസ്സിലുള്ള മുസ്ലിം വിരോധം കാരണം ആരെങ്കിലും തള്ളിപ്പറയുകയാണെങ്കിൽ, അതായത് വേറെ ഒരു വാവര ക്ഷേത്രം നിർമ്മിക്കുന്നതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല, ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ. പക്ഷേ വാവരെ തള്ളിപ്പറയാനും, അല്ലെങ്കിൽ പാത്തുമ്മയുടെയും അലിയുടെയും മകനായ വാവരെ തള്ളിപ്പറയുന്നത് അയ്യപ്പനെ തള്ളിപ്പറയുന്നത് പോലെയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, വാവരെന്ന് പറയുന്നത് തന്റെ ജീവിതം, തന്റെ സമ്പത്ത്, തന്റെ ആൾക്കാർ എല്ലാം അയ്യപ്പന് വേണ്ടി ഹോമിച്ചൊരു വ്യക്തിയാണ്. ശബരിമല ഉദയനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അയ്യപ്പനോടൊപ്പം പോരാടിയ ആളാണ്. ഇന്നും അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങൾ നമ്മുടെ വാവര് പള്ളി എന്ന് വിളിക്കപ്പെടുന്ന പള്ളി, അതെന്തുകൊണ്ട്? ഇനി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാവര് പള്ളി ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രം ഇല്ലല്ലോ സാർ, അവിടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമല്ലേ ഉള്ളൂ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. നാളെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് തന്നെയാണ് പണ്ട് ശബരിമല കേസ് നമ്മളെ തോപ്പിക്കാൻ പറഞ്ഞത്. അത് അയ്യപ്പ ക്ഷേത്രമല്ല, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണയും പുഷ്കലയും എന്ന്. ശ്രീ ധർമ്മശാസ്താവിലേക്ക് അയ്യപ്പൻ വിലയം ചെയ്യുകയാണ്. അയ്യപ്പൻ ഏകദേശം ഒരു 980-1000 വർഷം മുമ്പാണ് ജനിച്ചത്. അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠൻ, ആ മണികണ്ഠന്റെ സുഹൃത്താണ് വാവർ, പാത്തുമ്മയുടെ അലിയുടെ മകനായ വാവർ, അല്ലെങ്കിൽ വെളുത്ത. ഇതെല്ലാം ചരിത്ര രേഖകളായി, തെളിവുകളായി നമ്മുടെ നാടിന്റെ ആത്മാവിൽ. രാഹുൽ, ഒരു കാര്യം, ഇവിടെ വാപുരസ്വാമി ക്ഷേത്രം വരുന്നത് ഈ വാവർ പള്ളി എന്നുള്ള കാര്യം വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞല്ലോ. വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു വാവര് പള്ളി എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിക്കുകയില്ല എന്ന്, കാരണം അത് വാവര് പള്ളി അല്ല എന്ന്. അപ്പോൾ ഇവിടെ വാവർക്ക് പകരം വാപുര ക്ഷേത്രം വരുന്നു. അതാണോ ഇപ്പോൾ ശരിക്കും നടക്കുന്നത് എരുമേലിയിൽ? യഥാർത്ഥത്തിൽ ഇത്രയൊന്നും വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. അതായത് ചില തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവരോട്, ഇപ്പൊ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികളില്ലേ, മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും, കോൺഗ്രസും BJPയും, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ആണെങ്കിലും RSSന്റെ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ആണെങ്കിലും, ഗാന്ധി എന്ന ഹിന്ദുവിനെ നമ്മൾ പിന്തുടരണമെന്ന് പറയുന്നതാണ്. ഗാന്ധി സങ്കല്പ യാത്രകൾ BJPക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് നമ്മുടെ നരേന്ദ്രമോദിജി. ആ ലൈനാണ് ഇത്. ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. അപ്പൊ അയ്യപ്പൻ തന്റെ അന്നത്തെ നമ്മുടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് നിർത്തിയതാണ്. അയ്യപ്പൻ വാവരെയും
അയ്യപ്പൻ വെളുത്തയും കൂടെ നിർത്തുന്നത്? നമ്മുടെ നാടിന്റെ പ്രൗഢഗംഭീരമായ ചരിത്രത്തിന്റെ ഭാഗം നമ്മുടെ ഇന്നത്തെ ഭാഷയിലെടുത്ത അന്നത്തെ ഒരു ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയുന്നതാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിന്ന്, സ്വാമി അയ്യപ്പനോട് ചേർന്ന് നിന്ന് അന്ന് പന്തളത്തെയും ബാക്കി ദേശങ്ങളെയും ഒരുമിച്ച് സംരക്ഷിക്കാനായി അയ്യപ്പനോട് പോരാടി ഒരു മുഹമ്മദീനിയനായ അല്ലെങ്കിൽ അന്ന് മുഹമ്മദ് എന്നാ വിളിക്കുന്ന മുസ്ലിമായ വ്യക്തി. ഇപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, മനസ്സിൽ മുസ്ലിം വിരോധം വെച്ച് വാവരല്ല വാപുരനാണെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണകൾ പരത്തി, പ്രൊപ്പഗാൻഡ പരത്തി, ഫേക്ക് ന്യൂസ് പരത്തി വാവരെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് കാണിക്കാനാണ്. പക്ഷേ വാവർ വിരോധം പറയുന്നവർ ഇൻഇഫക്റ്റ് അയ്യപ്പ വിരോധമാണ് പറയുന്നത്. അയ്യപ്പൻ കൊടുത്ത സ്ഥാനത്തെ മാറ്റാനാണ് നോക്കുന്നത്. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ കൊടുത്ത വാവരുടെയും വെളുത്തയുടെയും സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കോടതി രേഖകളുള്ള ചെമ്പ് പട്ടയമുള്ള നൂറ്റാണ്ടുകളിലുള്ള നമ്മുടെ സംസ്കാരത്തെ തകർക്കാനായി മനസ്സിൽ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധം വെച്ച് നിൽക്കുകയാണ്. ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട്. അവരും വാവര് പള്ളി അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കാത്ത കാര്യം എന്താ അറിയാമോ? ഒരു ഹിന്ദു ദൈവമായ അയ്യപ്പനെ അംഗീകരിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള അയ്യപ്പനെ അംഗീകരിക്കരുതെന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന നിലപാട്. അവർ ഈ വാവര് പള്ളിയിലടക്കം ഒരുപാട് കാലമായി സമ്മർദ്ദവും ചെലുത്താറുണ്ട്. നമ്മൾക്ക് ഈ അമ്പലവുമായിട്ടുള്ള വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. ഈ അമ്പലവും പള്ളിയും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ നാടിന്റെ മഹത്വമാണ്. ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വം ഈ വാവരല്ലെന്ന് പറയുന്നു, മറുവശത്ത് തീവ്ര ഇസ്ലാമിസവും പറയുന്നു ഈ വാവരും അയ്യപ്പനും ഇല്ലാന്ന്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഐക്യത്തിന്റെ സ്പേസുകൾ ഉണ്ടാകും. ഈ സ്പേസുകളെ മാറ്റി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ അയ്യപ്പനെയും വാവരെയും മിസ്യൂസ് ചെയ്യാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സുപ്രീം കോടതിയുടെ നാലംഗ ബെഞ്ചിലെ അല്ലെങ്കിൽ 5 ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിചാരിച്ചിട്ട് അയ്യപ്പൻ ഉണ്ടാക്കിയ ഒരു കാര്യം മാറ്റാൻ പറ്റിയില്ല. പിന്നാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നോർത്താൽ മാത്രം മതി. സുപ്രീം കോടതിയും കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റും 10,000 പോലീസും കാവലിൽ നിന്നിട്ടും ശബരിമലയിലെ വിശ്വാസികൾ ശബരിമല വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് പോരാടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിച്ച സങ്കല്പം ഉണ്ടായതാണ്. അതേപോലെ അയ്യപ്പൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റം, അത് വാവരാണെങ്കിലും വെളുത്തയാണെങ്കിലും അവിടെയുള്ള സംവിധാനങ്ങളാണെങ്കിലും ആ അയ്യപ്പ വിശ്വാസികൾ പോരാടി സംരക്ഷിക്കും. ഇത് ഡോക്യുമെന്റഡ് ആയ രേഖകൾ. ശ്രീ പണിക്കർ, താങ്കൾ ഈ വാപുര ക്ഷേത്രം അവിടെ വരുന്നതിനെ, എരുമേലിയിൽ വരുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇത് മതസൗഹാർദ്ദത്തിന്